ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ? രാജയുടെ അച്ഛനെ വിളിച്ചിട്ടില്ലെന്ന്. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പൊ പഴയ അത് വിരോധം മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്നൂർ രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ മോൻ കുരുങ്ങി പോയില്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി. അതിനപ്പുറത്തുള്ള ലോഹ്യൊന്നും വേണ്ട. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ പന്തല് പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടയില്ലാണ്ടായി. എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞുന്ന്? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലനറിയോ? മനസ്സിലായി. കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. നല്ല ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ടാണല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടിയുണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന്. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞുത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവാ. അമ്മാവാ, ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു. രാഘവട്ടം കണ്ടോ? ഇന്നൊരു 4 അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം 3 മനുഷ്യനിവിടെ പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കള് ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും. ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ. എന്റെ ബലമായ സംശയം, ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണിയെ ഇറക്കി തൊഴുത്തി കിടത്തുവെന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം. ഇനി വരട്ടെ. സ്വയംഭം സാധനം. ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ? ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട്. അല്ല, ഇതേ പിന്നെ തേനാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. ഇന്നലെ കുടിച്ചല്ല. ശരി, മാളൂട്ടി ഇത് ആരോടും പറയരുതേ. മോൾക്കച്ചൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തരും. പറയോ?
അച്ഛന്റെ മോള് തന്നെ. എന്തോന്നാ എന്തുവാ ഇത്? കുടിക്കുന്നോ? എന്ത് ഏ? എടാ എടാ, ഇവിടെ വാടാ. ഒളിച്ചു കളിക്കുന്നോ? ഇവിടെ വാടാ. ഇനിയാ വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. ആ, അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. എടാ ഇങ്ങോട്ട് വാടാ. വാ. അതല്ലേ എന്താ വരുന്നത് അവിടെ? എവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? ഒന്നുമില്ല. എടാ രാഘവാ, വിളിക്കണോ? ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? അത് പരൽമീൻ. പരൽമീന്? അല്ല, ഉണ്ണിക്ക് പരൽമീനെ കാണണം പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ആ? ഊതടാ. ഒരു കാര്യം എടാ രാഘവാ, ആ. ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത്. ഊതാൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ, അത്രയ്ക്കായോ? നിന്നെ ഈ കള്ളച്ചോറ് ഒന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. എടാ മടിയ മത്തായി, നീ എന്റെ മുറ്റത്തിരുന്ന് കള്ളു കുടിക്കോടാ. പിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ, രണ്ടിനും എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. സന്ധിക്കുമ്പോ എത്തും. എന്തിന്? മോടെ രാജ്യത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ടേ. ഓ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്? അത് അവനൊരു സൗകര്യാക്കി. അല്ല, ഇത്രയും നാളെ ഈ ഇളക്കം ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി എന്താ അത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പോകുന്നും പോവാതിരിക്കുന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. രാജി പ്ലീസ്. പോട്ടെ. അച്ഛാ, മോളെ, മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ആ, ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണി എവിടെ? പുറത്തു പോയിരിക്ക. അച്ഛൻ വരൂ. ആരാ? ഞാനാ, ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്.
ഗോന്നനാരി വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടിപൂർത്തിയാ നാളെ. അതിനാ ഉണ്ണി വന്നത്. ആ. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാവും വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ഓ, ശരി. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി. പോവേ?